നമസ്കാരം, ഗയാസ് ലക്കി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സദ്യകളിലെ പ്രധാന വിഭവമായ സാമ്പാറാണ്. അതും തേങ്ങ വറുത്തരച്ച പാലക്കാടൻ സാമ്പാറാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തുവരപ്പരിപ്പാണ് ഞാനിതിലേക്ക് എടുക്കുന്നത്. 2-3 പ്രാവശ്യം നന്നായി കഴുകി കുക്കറിലിട്ട് വേവിച്ച് മാറ്റി വയ്ക്കാം. ഞാൻ കുറച്ച് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് പരിപ്പെടുത്തിരിക്കുന്നത്. നിങ്ങൾ സാമ്പാറിൻ്റെ അളവ് കൂട്ടുന്നതനുസരിച്ച് ഇവിടെ പരിപ്പിൻ്റെ അളവും കൂട്ടേണ്ടതാണ്. ഇനി വറുക്കാൻ ആവശ്യമായ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക്, ജീരകം, ഉലുവ, ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ഞാൻ തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്നുപരിപ്പുണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി കായം ആവശ്യമാണ്. ഞാൻ കായപ്പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾ കായ എടുത്താൽ കുറച്ചുകൂടെ നല്ലതാണ്. ഞാൻ പിന്നെ പൊടികളാണ് യൂസ് ചെയ്യുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതിന് പകരം പച്ചമല്ലി, പിന്നെ വറമുളക് അങ്ങനെ എടുത്താൽ കുറച്ചുകൂടെ നല്ലതാണ്. മല്ലിത്തഴയും കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പുളി വെള്ളത്തിലിട്ട് പുളിവെള്ളം തയ്യാറാക്കി വയ്ക്കാം. കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലെ വെണ്ടയ്ക്ക ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ് സാമ്പാർ വറുക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നതും കായം ഉണ്ടെങ്കിൽ കായം വറുത്ത് മാറ്റി വെക്കണം. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക്, ജീരകം, ഉള്ളി ഇതെല്ലാം ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ കരിയാതെ നോക്കണം. പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചേർത്ത് കളഞ്ഞ് നന്നായി ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കണം. എത്രത്തോളം വറുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വറുക്കുകയാണെങ്കിൽ സാമ്പാറിൻ്റെ ടേസ്റ്റും കൂടും. നമുക്ക് അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ സമയത്ത് നമുക്ക് വേറെ ജോലികളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിപ്പ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. തുവരപ്പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ വെണ്ടയ്ക്ക ഇതിലിടുന്നത് കൊണ്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. തേങ്ങ ഏകദേശം കളർ ചേഞ്ചായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കഷ്ണത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം. തേങ്ങ ഏകദേശം കളർ ചേഞ്ച് ആയപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും നമുക്ക് തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് പതുക്കെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പൊടികളൊന്നും കരിയാതെ നോക്കണം. നന്നായി കളറൊക്കെ മാറി വന്ന സമയത്ത് നമുക്ക് തീ ഓഫാക്കാം. ഏകദേശം തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഒന്ന് കുറച്ച് എണ്ണയിലിട്ട് അതിൻ്റെ എന്താ പറയുക പശപ്പൊക്കെ പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുത്തിട്ട് സാമ്പാർ കഷ്ണങ്ങളിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വെണ്ടയ്ക്കയുടെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല. വെണ്ടയ്ക്കയൊക്കെ നന്നായി റെഡി ആയിട്ടുണ്ട്. അത് സാമ്പാർ കഷ്ണങ്ങളിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 തക്കാളി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. സാമ്പാർ കഷ്ണങ്ങൾ വെന്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പുളിവെള്ളവും സാമ്പാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിത്തഴ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. സാമ്പാർ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കായമാണ് ഈ സാമ്പാറിൻ്റെ മണത്തിൻ്റെ പ്രധാന കാരണം. കായപ്പൊടിക്ക് പകരം കായം ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. കായത്തിൻ്റെ മണമാണ് ഈ സാമ്പാറിൻ്റെ ഒരു പ്രത്യേകത. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറുത്തിടാം. ഞാൻ 2 വറമുളകും കറിവേപ്പിലയും മാത്രമാണ് ആഡ് ചെയ്യുന്നത്. കടുക് വറുത്തത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള പാലക്കാടൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.